ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായ കൊൽക്കത്ത പുതിയ സീസണിലേക്ക് മാറ്റങ്ങളുമായി വന്നപ്പോൾ കഴിഞ്ഞ സീസണിലെ പെർഫോമൻസിനെ ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റാത്ത സീസണായിരുന്നു അവർക്ക് ഇത്തവണ കിട്ടിയത്. പ്രധാനമായും ടൂർണമെന്റ് വിന്നിംഗ് ടീമിലെ ഇമ്പോർട്ടൻ്റായ താരങ്ങളെ അവർ നിലനിർത്തിയില്ല എന്നതായിരുന്നു അവർക്ക് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത്. ടീമിനെ സീസണിൽ 435 റൺസ് നേടി കിടിലൻ സ്റ്റാർട്ട് കൊടുത്ത ഫിൽ സോൾട്ട്, 350 റൺസ് നേടി മിഡിൽ ഓർഡർ സോൾഡ് ആക്കിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ, പ്ലേ ഓഫിലെ 2 മാച്ചിലും മാൻ ഓഫ് ദി മാച്ച് ആയ മിച്ചൽ സ്റ്റാർക്ക്, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയ പെർഫോമൻസ് നടത്തിയ താരങ്ങളെ ടീമിൽ നിലനിർത്താതെ പോയത് ഒരു വലിയ മണ്ടത്തരം തന്നെയായി മാറി. ടൈറ്റിൽ നേടിക്കൊടുത്ത ക്യാപ്റ്റനെ തന്നെ റിലീസ് ചെയ്ത ചരിത്രത്തിൽ മുന്നോട്ട് പോയ ഒരേ ഒരു ടീമും കൊൽക്കത്ത തന്നെയായിരിക്കും. ആ ശ്രേയസ് പഞ്ചാബിനെ കൊണ്ട് ക്വാളിഫയർ 1 ഇന്ന് കളിക്കാൻ പോവുകയാണ്. സോ മേജർ കോൺട്രിബ്യൂഷൻസ് കൊടുത്ത താരങ്ങളെ റിലീസ് ചെയ്തത് തന്നെ അവരെ പ്രതികൂലമായി ബാധിച്ചു. ബാറ്റിംഗിൽ രഹാനെ മാത്രമാണ് കുറച്ചെങ്കിലും കൺസിസ്റ്റന്റ് ആയി കളിച്ചത്. ബാക്കി ഒറ്റ പ്ലെയർക്കും സ്ഥിരതയില്ലായിരുന്നു. പ്രത്യേകിച്ച് റസൽ കൊൽക്കത്തയെ മുന്നോട്ടല്ല പിന്നോട്ടാണ് കൊണ്ടുപോകുന്നത്. കാരണം 2019 ശേഷം ഡിപ്പെൻഡബിൾ ആയ ഒരു പ്ലെയർ അല്ല റസൽ. ഒരു സീസണിലെ 14 മത്സരത്തിൽ കൂടിപ്പോയാൽ 3-4 ഗെയിം റസൽ കളിക്കും. സോ മെയിനായി ഫിനിഷിംഗിന് വേണ്ടി കൊൽക്കത്ത റസലിനെ മാത്രമായി നോക്കുമ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ ടീമിന് നിരാശയാണ് പ്രതിഫലം. ഈ സീസണിലും അതുതന്നെയായിരുന്നു സ്റ്റോറി. ഒന്നുകിൽ റസലിനെ റിലീസ് ചെയ്ത് വേറെ ഓപ്ഷനിലേക്ക് പോവുക, അല്ലെങ്കിൽ റസലിനെ പ്രൊമോട്ട് ചെയ്ത് നമ്പർ 4 ആക്കി വേറെ ഫിനിഷേഴ്സിനെ കണ്ടെത്തുക. ഒരു ഓപ്പണർ എന്ന ടാഗിലല്ലാതെ വെങ്കടേഷ് അയ്യർ എന്ന പ്ലെയറിന്റെ ഒരാവശ്യവും കൊൽക്കത്തയ്ക്കില്ല. രഘുവൻഷി എന്ന മിഡിൽ ഓർഡർ ഓപ്ഷൻ ടീമിനുണ്ട്. സോ വെങ്കടേഷ് അയ്യർ, നരേൻ ഓപ്പണിംഗ് ആയിരുന്നു ഈ സീസണിൽ കൊൽക്കത്ത നോക്കേണ്ടിയിരുന്നത്. പക്ഷേ ഒരു കാര്യമില്ലാതെ ഡീകോക്ക്, ഗുർബാസ് എന്നിവരെ പിന്നെയും കളിപ്പിച്ച് ഒരു വിദേശ സ്ലോട്ട് വെറുതെ കളയുകയായിരുന്നു. കോച്ചിംഗ് പെർസ്പെക്റ്റീവിൽ ഇത് വളരെ മോശമായ തീരുമാനമായിരുന്നു. ഡീകോക്കും ഗുർബാസും ബ്ലൈൻഡ് റിലീസ് ഓപ്ഷൻസ് ആണ്. വെങ്കടേഷിനെ ചെറിയ എമൗണ്ടിന് തിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ താരത്തെയും റിലീസ് ചെയ്യാം. മനീഷ് പാണ്ഡെയും റിലീസ് ഓപ്ഷനാണ്. ലുവനിത് സിസോദിയെ പോലെ ഒരു യങ് അഗ്രസീവ് ഓപ്ഷൻ ടീമിലുള്ളപ്പോൾ മനീഷിന്റെ ആവശ്യം തന്നെ ടീമിലില്ല. ബേസിക്കലി ഒരു പ്ലാനും ഇല്ലാത്ത ഒരുപാട് ബാറ്റിംഗ് ഓപ്ഷൻസ് കൊൽക്കത്തയിൽ കിടപ്പുണ്ട്. രമൺദീപ് സിംഗ് ഈസിയായി നമ്പർ 5 പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട ഒരു ഫിനിഷിംഗ് കൊടുക്കാൻ കെൽപ്പുള്ള പ്ലെയറാണ്. അവൻ ടീമിലുള്ളപ്പോഴും 7ാമതൊക്കെയാണ് ബാറ്റ് ചെയ്യാൻ വരുന്നത്. റസൽ തുടർച്ചയായി ഫിനിഷിംഗിൽ പരാജയപ്പെട്ടിട്ടും ഒരിക്കൽ പോലും രമൺദീപിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ പോലും കൊൽക്കത്തയുടെ മാനേജ്മെന്റ് ചിന്തിച്ചില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സോ ഓവറോളായി ഒരു പ്ലാനും ഇല്ലാത്ത ഒരു ഓപ്ഷനാണ് കൊൽക്കത്തയ്ക്ക് വന്നത് എന്നത് അവരുടെ പ്ലെയർ മാനേജ്മെന്റ് ഈ സീസണിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. നരേൻ, വെങ്കടേഷ് അയ്യർ ഓപ്പണിംഗ്, രഹാനെ, റസൽ, രമൺദീപ് സിംഗ്, റിങ്കു തുടങ്ങിയ ഒരു ലൈനപ്പ് കുറെ കൂടി സോളിഡ് ആണ്. ഇമ്പാക്ട് സബായി രഘുവൻഷി കൂടി വരുമ്പോൾ ബാറ്റിംഗ് ഡെപ്തും ഉണ്ടാകുന്നുണ്ട്. KKRന് സിമ്പിളായ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ശേഷിക്കുന്ന താരങ്ങളെ റിലീസ് ചെയ്ത് ക്വാളിറ്റി ബാക്കപ്പുകൾ അടുത്ത ലേലത്തിൽ കണ്ടെത്തുക. ബൗളിംഗിൽ സ്ട്രാറ്റജി ആയിരുന്നു കൊൽക്കത്തയ്ക്ക് മെയിനായി ഇത്തവണ മിസ്സായത്. ബൗളേഴ്സിന്റെ പെർഫോമൻസ് നോക്കിയാൽ ഹർഷിത് റാണയ്ക്ക് 15 വിക്കറ്റ്, വരുണിനും വൈഭവിനും 17 വിക്കറ്റ്, നരേന് 12 വിക്കറ്റ്, അങ്ങനെ മെയിൻ ബൗളേഴ്സിനെല്ലാം ഡീസന്റ് ആയ IPL സീസണാണ് കിട്ടിയത്. എന്നിട്ടും അവർ റൺസ് കൊടുക്കുന്നു എന്നത് ഒരു പ്രോപ്പർ ബൗളിംഗ് സ്ട്രാറ്റജി ഇല്ലാത്തതിന്റെ സിമ്പിൾ എക്സാമ്പിൾ ആയിരുന്നു. സോ പുതിയൊരു ക്യാപ്റ്റനെ കൊൽക്കത്ത കണ്ടെത്തേണ്ടത് മസ്റ്റാണ്. രഹാനയെ ക്യാപ്റ്റൻ ആക്കിയപ്പോൾ തന്നെ രഹാനയുടെ IPL ക്യാപ്റ്റൻസി റെക്കോർഡ് മോശമാണ് എന്ന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് അതുപോലെ തന്നെയാണ് ഇത്തവണയും കണ്ടത്. സ്പെൻസർ ജോൺസൺ അല്ലെങ്കിൽ നോർക്കെ എന്നിവരിൽ ഏതെങ്കിലും ഒരാളെ റിലീസ് ചെയ്ത് ഒരു വിദേശ അറ്റാക്കിംഗ് ഫാസ്റ്റ് ബോളറെ കൊൽക്കത്തയ്ക്ക് നോക്കാം. ഈ ഒരു മാറ്റവും ഒരു നല്ല ക്യാപ്റ്റനെയും കിട്ടിയാൽ ബൗളിംഗ് സെറ്റ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ മെയിൻലി ഈ മാറ്റങ്ങൾ കിട്ടിയാൽ കൊൽക്കത്തയ്ക്ക് ഒരു തിരിച്ചുവരവ് നടത്താൻ പറ്റിയേക്കും. അല്ലെങ്കിൽ പഴയ അവസ്ഥയിൽ തന്നെയായിരിക്കും അവർ.